ഞാൻ പറയുന്ന ഓരോ വാക്കുകൾക്ക് ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് പോകുന്നത്. ഞാൻ പറയുന്നതിൽ ഒരു വസ്തുത തെറ്റിയാൽ പോലീസ് എന്നെയും അറസ്റ്റ് ചെയ്യണം. 2024 ഓഗസ്റ്റിന് ഓൾറെഡി മറ്റൊരു പുരുഷനുമായി കല്യാണം കഴിച്ച ഈ പെൺകുട്ടി 2025 മാർച്ച് ആകുമ്പോഴേക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവരുമായി ബന്ധം സ്ഥാപിച്ചപ്പോ ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കും തോന്നാത്തത് എന്താ? എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. അവരുടെ വ്യക്തിപരമായ ഡീറ്റെയിൽസിലേക്ക് പോകരുത് രാഹുൽ ഈശ്വർ, അത് പോകരുത്. നമ്മുടെ ചർച്ചയിൽ അത് പോയി കൂടാ. ഇത്രയും നാള് രാഹുൽ മാങ്കൂട്ടത്തിലെ വ്യക്തിപരമായി വലിച്ചു കീറിയപ്പോ ഇല്ലാത്തൊരു അവധാനത പെട്ടെന്ന് സ്മൃതി മാഡത്തിന്റെ സ്വരത്തിന് വന്നത് കണ്ടോ? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. നമ്മൾ കേട്ട കാര്യങ്ങളിലല്ലേ നമ്മൾ ചർച്ച നടത്തുന്നത് രാഹുൽ ഈശ്വർ? നമ്മൾ കേട്ട കാര്യങ്ങളിലല്ലേ ചർച്ച നടത്തുന്നത്? മറുപടി പറയടാ. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയുമായി നടത്തിയ ശബ്ദ സംപ്രേഷണമാണ് നമ്മൾ കേട്ടത്. അതിലൊന്നും തന്നെ ഈ വിഷയം കടന്നു വന്നിട്ടില്ല. അവർക്കിടയിലെ ബന്ധം, ആ ബന്ധത്തിൽ അയാൾ കാണിച്ച ചതിയാണ് ശബ്ദരേഖയായി പുറത്തേക്ക് വന്നിരിക്കുന്നത്. അത് അയാൾ നിഷേധിക്കാത്ത കാലത്തോളം രാഹുൽ ഈശ്വരത്തിനാണ് ഇത്രത്തോളം ബഹളം വെക്കുന്നത്. എന്ത് ചെയ്യാം, എന്റെ സ്വഭാവമായി പോയി. ഓൾറെഡി മറ്റൊരാളുമായി മാരീഡ് ആണ് ആ പെൺകുട്ടി. ഓൾറെഡി മറ്റൊരാളുമായി മാരീഡ് ആണ് ആ പെൺകുട്ടി. ഓൾറെഡി മറ്റൊരാളുമായി മാരീഡ് ആണ്. പാച്ചേട്ടാ, അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞതാണ്. ഈ വസ്തുത നിങ്ങൾ എത്ര കാലം മറച്ചു വെക്കും? എനിക്കിത് അറിയാന്നില്ല. ഇത്രയും കാലം ഞാൻ പറഞ്ഞോ? അതെന്താ? ഞാൻ തറവാട്ടി പറഞ്ഞവനാ. എന്തുകൊണ്ടാ പറയാത്തത്? ആ പെൺകുട്ടിയുടെ പ്രിവസി രക്ഷിക്കണമെന്ന് വെച്ചാ ചേച്ചി എന്നെ പറ, ഇങ്ങനൊരു സാഹചര്യത്തിൽ എനിക്ക് ഇതല്ലേ ചെയ്യാൻ പറ്റൂ? രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് പറഞ്ഞാ പോരെ? എന്തുകൊണ്ടാ പറയാത്തത്? ആ പയ്യന്റെ മാന്യതയാണ്, ആ ചെറുപ്പക്കാരന്റെ മാന്യതയാണ്. ഞാൻ അത്രക്കാരൻ ആ മാന്യതയല്ലേ നമ്മൾ ശബ്ദരേഖയിലൂടെ കേട്ടത്. അത് ശരി. ഒരു കുഞ്ഞു വേണമെന്നല്ലേ മാഡം നിങ്ങൾ കേട്ടത്? രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയോട് സീരിയസ് ആയ ഒരു ബന്ധത്തിന് താല്പര്യം ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞു വേണം, കുടുംബം വേണമെന്ന് ആഗ്രഹിച്ചു. എങ്ങനെ കല്യാണം കഴിക്കും? ഓൾറെഡി കല്യാണം കഴിച്ചു എന്ന വസ്തുത മറച്ചു വെച്ചല്ലേ ബന്ധം ഉണ്ടാക്കിയത്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ന്യായമാണല്ലോ പറയേണ്ടത്. അത് പറഞ്ഞിട്ടില്ലല്ലോ. അവള് പറയുന്നതിൽ ഒരു പോയിന്റ് ഉണ്ട്. ഏത് ചാനലിലെ ആണെന്നും പെൺകുട്ടി ആരാണെന്നും അറിയാലോ. ഇതൊന്നും പറയരുത് പ്ലീസ്. എന്തിനാണ് അറിയാത്ത ആളുകൾക്ക് രാഹുൽ ഈശ്വർ അവരെ എറിഞ്ഞു കൊടുക്കുന്നത്? രാഹുൽ, ഞാൻ പറയില്ല. ഞാൻ ഒരു കാരണവശാലും പറയില്ല. പറയുന്നേ, ഞാൻ ആരോടും പറയില്ല. വാദത്തിന് ജയിക്കാൻ അങ്ങനെ ഒരു പെൺകുട്ടിയുടെ പ്രിവസിയെ ഞാൻ ഒരു കാരണവശാലും ബലികഴിക്കില്ല. ആശ്വാസമായി. 100% ആ പെൺകുട്ടി ആരാന്ന് എനിക്ക് ഇപ്പോഴല്ല, ഒരുപാട് കാലമായിട്ട് അറിയാം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ആ മാന്യത ഞാൻ കാത്തു സൂക്ഷിക്കും.